ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്കാണ് കേട്ടോ. സ്നാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ണിയപ്പം പോലെയൊക്കെ ഏകദേശം ഉള്ള ഒരു സ്നാക്കാണ്. പക്ഷെ ഉണ്ണിയപ്പത്തിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അല്ല. ഉണ്ണിയപ്പം ചെയ്യുന്ന പോലെയുള്ള അധികം പ്രോസസ്സുകളൊന്നുമില്ല. നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ വൈകിട്ട് ചായ കുടിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നല്ല ചൂടോടുകൂടി നമുക്ക് ഈ ഒരു സ്നാക്ക് കഴിക്കാം. പക്ഷെ ചൂടോടുകൂടി എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ചൂടൊന്ന് ചെറുതായിട്ട് കുറഞ്ഞിട്ട് കഴിക്കുന്നതാണ് ടേസ്റ്റ്. ഒരു ഇളം ചൂടിൽ കഴിക്കുമ്പോഴാണ് ടേസ്റ്റ്. അപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്. പിന്നെ നിങ്ങൾക്ക് കൂടുതലായിട്ട് ചേർക്കണം എന്നുണ്ടെങ്കിൽ എള്ളമൊക്കെ ചേർക്കാം. ഞാൻ എള്ളമൊന്നും ചേർക്കുന്നില്ല. എള്ളമൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണിയപ്പത്തിൻ്റെ പോലെയൊക്കെ ഒരു ഫിനിഷിങ് വരും. പക്ഷേ ഉണ്ണിയപ്പം അല്ല കേട്ടോ. ഈ ഒരു സ്നാക്കിന് ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇട്ടിട്ടില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീറ്റ് ഫ്ലോർ സ്നാക്ക്, നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുണ്ടാക്കുന്ന ഒരു സ്നാക്ക്. അല്ലാതെ പ്രത്യേകിച്ച് പേരൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നിങ്ങളൊക്കെ പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് ഒന്ന് നമുക്ക് കമൻറ്റ് ചെയ്യുമോ. അപ്പോൾ നമ്മുടെ സ്നാക്കിൻ്റെ പേര് നമുക്ക് ചേഞ്ച് ചെയ്യാം. ഞാനിപ്പോൾ വീറ്റ് ഫ്ലോർ സ്നാക്ക് എന്നാണ് പേരിടാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈ ഒരു സ്നാക്ക് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് 4 പഴം. ഇത് 3 പഴമാണെങ്കിലും മതി, 4 പഴം എടുത്താലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ട് നമുക്ക് 4 പഴം ചേർത്താലും ടേസ്റ്റ് തന്നെയാണ്. നിങ്ങൾ കുറേ സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 3 പഴം എടുത്താലും മതി. ഇത് ഞാലിപ്പൂവൻ പഴമല്ല, പാളയംകോടൻ പഴമാണ്. ചില സ്ഥലങ്ങളിൽ മൈസൂർ പഴം എന്ന് പറയും. പിന്നെ നമ്മുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം. ഒരുപാട് മധുരമുള്ള രീതിയിൽ ചെയ്യാതെ ഒരു മീഡിയം മധുരത്തിൽ ചെയ്യായിരിക്കും നല്ലത്. പിന്നെ ഞാനൊരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചെവിയെടുത്തിട്ടുണ്ട്. ടേബിൾ സ്പൂണാണ്, ടീസ്പൂൺ അല്ല. പിന്നെ വേണ്ടത് ഏലക്കാപ്പൊടി, ഒരു പിഞ്ച് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ചേർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ തന്നെ ഉണ്ടാക്കുകയാണ്, അരച്ചിട്ട് അധിക സമയമൊന്നും റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഴവും പഞ്ചസാരയും തേങ്ങയും ചേർത്തൊന്ന് അരച്ചെടുക്കാം. മിക്സിയുടെ ഒരു ജാർ എടുക്കുക. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, പഴം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. ഒരു 2-3 ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക. പഴം എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് പഴുത്ത പഴമായിരിക്കണം. പഴുപ്പ് കുറഞ്ഞ പഴം എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഒട്ടും പെർഫെക്റ്റ് ആവില്ല കേട്ടോ. നന്നായിട്ട് പഴുത്ത് തൊലി കറുത്ത പഴമാണെങ്കിൽ അത്രയും നന്നായിരിക്കും. വേറെ പഴത്തിലൊന്നും ചെയ്താൽ പെർഫെക്റ്റ് ആവുമില്ല. ഈ ഒരു പഴം തന്നെ ചേർത്താലേ പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമ്മൾ പഴം മുഴുവൻ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാമെന്ന് ഞാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ മധുരമായിരിക്കും. അപ്പോൾ ഞാനൊരു ടേബിൾ സ്പൂൺ കണക്കിലാണ് പഞ്ചസാരയുടെ അളവ് പറയുന്നത്, ഗ്രാം കണക്കിലല്ല. നമ്മുടെ ഈ ഗോതമ്പ് പൊടിക്ക് ആവശ്യമായിട്ടുള്ള മധുരം വേണം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടുതൽ ചേർക്കാം. ഇതിലേക്ക് ഞാൻ ഈ തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കണം. പിന്നെ നമ്മുടെ ഏലക്കപ്പൊടി, ഞാൻ ഏലക്ക പൊടിച്ചാണ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു 2 ഏലക്ക തൊലി കളഞ്ഞിട്ട് കുരു മാത്രം ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഏലക്ക പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ, ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ 1/2 ടീസ്പൂൺ ചേർക്കാം. ഇതെല്ലാം ചേർത്തൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം നമുക്ക്. ഇപ്പോൾ നമ്മൾ ഏലക്കപ്പൊടിയും പഞ്ചസാരയും തേങ്ങയും എല്ലാം ചേർത്ത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മിക്സായി കിട്ടും. ഇനി നമുക്ക് ചേർക്കേണ്ടത് ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 2 പിഞ്ച് ബേക്കിംഗ് സോഡയാണ്. നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം കേട്ടോ, ഓപ്ഷനിലാണ്. പക്ഷേ ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ 1 പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ ഈ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളം ചേർത്ത് ലൂസാക്കരുത്. ഈ പഴത്തിൻ്റെ നനവ് കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ മാവ്. കൈ ഉപയോഗിച്ച് കുഴയ്ക്കാം കേട്ടോ. സ്പൂൺ ഉപയോഗിച്ച് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൈ ഉപയോഗിച്ച് കുഴയ്ക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് കുഴയ്ക്കാൻ. പിന്നെ ഇതാ 1 പിഞ്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മധുരം ചെക്ക് ചെയ്യാം. മധുരം കുറവാണെങ്കിൽ വീണ്ടും പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സ്പൂണിൽ എടുത്തിടാൻ പാകത്തിന് ഈ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം നമ്മുടെ മാവിൻ്റെ. ഒരുപാട് തിക്കാവരുത്, അതുപോലെ തന്നെ ഒരുപാട് ലൂസും ആവരുത്. ഇതുപോലെ ഇങ്ങനെ വീഴുന്ന പാകത്തിൽ നമ്മൾ കുഴച്ചെടുക്കുക. ഇനി ഞാൻ മധുരം ഒന്ന് ചെക്ക് ചെയ്യട്ടെ. മധുരം കറക്റ്റാണ് കേട്ടോ. 5 ടേബിൾ സ്പൂൺ പഞ്ചസാര എനിക്ക് മധുരം കറക്റ്റാണ്. നിങ്ങൾക്ക് കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. ഈ ഒരു സ്റ്റേജിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. അത്രയേ ഉള്ളൂ പരിപാടി. വളരെ ഈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ തേങ്ങ ചിരവിയത്
ഈ അരച്ചെടുക്കുന്നതിന് പകരം തേങ്ങാക്കൊത്തായിട്ട് നമ്മൾ ഉണ്ണിയപ്പത്തിലിടില്ലേ, അതുപോലെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യിലൊന്ന് വഴറ്റിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. ഇതിപ്പോൾ എല്ലാം അരച്ചെടുത്തതുകൊണ്ട് കടിക്കാനൊന്നും കിട്ടില്ല ഇടയ്ക്ക്. പിന്നെ നിങ്ങൾക്ക് കശുവണ്ടി ചേർക്കണം എന്നുണ്ടെങ്കിൽ കശുവണ്ടി ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴും ഇടയ്ക്ക് കടിക്കാൻ കിട്ടും. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലുള്ള കാര്യങ്ങളാണ് ഞാൻ തേങ്ങയുടെയും കാഷ്നട്ടിൻ്റെയും കാര്യം പറഞ്ഞത്. അപ്പോൾ നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഫ്ലെയിം കുറച്ചിട്ട് വേണം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. എണ്ണ ചൂടാകുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കുക, അതിന് ശേഷം ഫ്ലെയിം കുറയ്ക്കുക. പിന്നെ നമ്മളൊന്ന് കൈ നനച്ചിട്ട് വേണം നമ്മുടെ മാവ് ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് എടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഇഷ്ടമുള്ള ഷേപ്പിൽ ആക്കാം കേട്ടോ. ഇത് ഉരുട്ടി തന്നെ ഇടണമെന്നൊന്നുമില്ല. ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഉരുട്ടിയിടുന്ന പാകത്തിലല്ല മാവ് മിക്സ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ പല ഷേപ്പിലായി വരുന്ന രീതിയിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഓരോ പ്രാവശ്യവും എടുക്കുമ്പോൾ കൈ നനച്ചിട്ട് എടുക്കുക. ഉള്ള നന്നായിട്ട് വേവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് പൊരിക്കുക എന്ന് പറയുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ട് കൊടുക്കരുത്. ഒരു 3-4 എണ്ണ മാത്രം ഒരു സമയത്ത് ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് കുക്കായി വരുമ്പോൾ നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ മാവ് നന്നായിട്ട് മൊരിഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ട്. ഒന്ന് നമ്മൾ ഇട്ടതിനേക്കാൾ കുറച്ചുകൂടി വലുതായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. ഇതുപോലെ പൊങ്ങി വരും കേട്ടോ. കുറച്ച് നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്തതുകൊണ്ട് കുറച്ചൊന്ന് പൊങ്ങി വരും. പിന്നെ ഈ സൈഡും ഈ ഒരു കളറായി വരുമ്പോൾ ഈ ഒരു കളറായി വരുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഒരുപാട് ബ്രൗൺ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യരുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ബ്രൗൺ കളർ ഉണ്ടെങ്കിൽ നമ്മൾ എടുത്തു കഴിയുമ്പോൾ കറുത്ത കളറാവും ചൂടൊക്കെ മാറി വരുമ്പോൾ. അപ്പോൾ ഒരു ഡാർക്ക് ബ്രൗൺ ആയി വരുമ്പോൾ തന്നെ എടുത്ത് മാറ്റാം എണ്ണയിൽ നിന്ന്. ഈ സൈഡും കുക്കായി വരട്ടെ. വളരെ ഈസിയല്ലേ ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കാനായിട്ട്. അധികം സമയമൊന്നും വേണ്ടല്ലോ. നമ്മുടെ കയ്യിൽ പഴം ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിൽ എന്തായാലും ഗോതമ്പൊടി ഉണ്ടാവും. നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ആരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നമ്മളിപ്പോൾ ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ കുറേ സമയം എടുക്കില്ലേ. നമ്മളെല്ലാം റെഡി ആക്കി എടുത്ത് ഉണ്ണിയപ്പം കുറച്ച് കുറച്ചായിട്ട് കോരി ഒഴിച്ച് ഒക്കെ ഉണ്ടാക്കി വരുമ്പോൾ സമയം കൂടുതലെടുക്കും. ഇതൊക്കെ ആകുമ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സ്നാക്സാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുത്. ഞാനപ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ടു. ഇതുണ്ടോ നന്നായിട്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി നമുക്ക്. ഇൻസൈഡൊക്കെ കുക്കായിട്ടുണ്ടാവും. വലിയ ബോൾസ് ആയിട്ട് ഇടുകയാണെങ്കിൽ ഇൻസൈഡ് കുക്കായി വരാൻ കൂടുതൽ സമയം എടുക്കും. നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ആയിട്ട് ഇട്ടതുകൊണ്ട് വേഗം തന്നെ ഇൻസൈഡ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇതാ റെഡി ആയി കഴിഞ്ഞു. നമുക്കിതൊരു കിച്ചൺ ടിഷ്യൂലേക്ക് മാറ്റി വയ്ക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടാമത്തെ ബാച്ച് ഫ്രൈ ചെയ്യുമ്പോൾ നന്നായിട്ടൊന്ന് എണ്ണ ചൂടാവാനായിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നു കഴിഞ്ഞിട്ട് ഫ്ലെയിം കുറച്ചിട്ട് വീണ്ടും നമ്മൾ മാവിട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ എണ്ണയുടെ ചൂട് കുറവായിരിക്കും നമ്മൾ ഒരു ബാച്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ എണ്ണ ചൂടാവാനായിട്ട് വീണ്ടും ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ആദ്യം ഇട്ട് കൊടുത്തതുപോലെ കൈ ഒന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഫ്ലെയിം കുറച്ചിട്ട് ഇട്ട് കൊടുക്കാം. എപ്പോഴും ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. അത് ശ്രദ്ധിക്കണം. നമ്മൾ എണ്ണ ചൂടാവാൻ ഫ്ലെയിം കൂട്ടി വെച്ചാലും ഫ്ലെയിം കുറയ്ക്കാനുള്ളത് ഒന്ന് ശ്രദ്ധിച്ച് ഓർത്ത് ചെയ്യുക. അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് മുഴുവൻ ഫ്രൈ ചെയ്തെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ സ്നാക്കെല്ലാം ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇത്രയല്ല കേട്ടോ, ഇതിൻ്റെ ഇരട്ടിയുണ്ട്. നമ്മൾ 2 കപ്പ് പൊടി എടുക്കുകയാണെങ്കിൽ ഇതിനും ഇരട്ടി ക്വാണ്ടിറ്റി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൻ്റെ ഇൻസൈഡ് കുക്കായിട്ടുണ്ടോ എന്നുള്ള ഡൗട്ടൊന്നും വേണ്ട. ഞാനൊന്ന് ചൂട് കുറഞ്ഞത് നോക്കിയെടുക്കട്ടെ. അപ്പോൾ അതാ ഇൻസൈഡ് പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓളെന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.